Good morning. Yes. Okay, അപ്പോൾ നമ്മള് ഇന്നലെ ക്ലാസ്സിൽ ആംബുലൻസിനെ കുറിച്ചാണ് അല്ലെ, പല ടൈപ്പ് ആംബുലൻസിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. അതിനകത്ത് നമ്മുടെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു ആംബുലൻസിനെ 7 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എമർജൻസി ആംബുലൻസ് ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്കാട്രിക് ആംബുലൻസ്. അപ്പൊ അങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് തരുന്ന ലെവൽ ഓഫ് കെയർ അതനുസരിച്ച് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആംബുലൻസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 4 ടൈപ്സ് അല്ലെ. ലെവൽ അനുസരിച്ച് ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ടൈപ്പ് ഡി ഉണ്ട്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, then type C basic life support ambulance, then type D advanced life support ambulance is also known as cardiac care ambulance. അപ്പൊ അത്രയും അതിനകത്ത് എന്താ പറയാ, അതിന് ഓരോന്നിനുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ എന്തിനാ കണക്ട് ചെയ്തേക്കുന്നത്? ഇപ്പൊ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ അത്യാവശ്യം ആ ഒരു പേഷ്യന്റ് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ. എന്നാൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകൾ അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇങ്ങനെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും കൂടി അതിനകത്ത് ആംബുലൻസിൽ വേണം. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് besides the equipments daily used for the treatment of patient, ambulance should be fitted with a range of extra equipments which are used in order to facilitate എന്നാണ് കേട്ടോ, സുഗമമാക്കുക. FACILITAT in order to facilitate. FACILITAT ഒന്ന് കറക്റ്റ് ചെയ്തേരാം അവിടെ. പേഷ്യന്റ് കെയർ. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ്സുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ. Besides the equipments daily used for the treatment of the patients. അപ്പൊ ഈ പേഷ്യൻസിനെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആംബുലൻസിൽ ഉള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് പുറമേ അല്ലെങ്കിൽ അതിനെ കൂടാതെ ആംബുലൻസിൽ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത് എ റേഞ്ച് ഓഫ് എക്സ്ട്രാ എക്യുപ്മെന്റ്സ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലാവട്ടെ അല്ലെങ്കിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ആംബുലൻസിലുണ്ട്. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകൾക്ക് പുറമെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സിന് പുറമെ ആംബുലൻസിൽ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? വിച്ച് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് കെയർ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യൻസിന്റെ പരിചരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളും കൂടി ആംബുലൻസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ദിസ് ഇൻക്ലൂഡ്, ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതിന് ഫസ്റ്റ് ആണ് 2-way റേഡിയോ. കേട്ടിട്ടുണ്ടോ 2-way റേഡിയോ എന്ന്? 2-way റേഡിയോ. 2-way റേഡിയോ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. എന്താ നോക്കാട്ടെ നമുക്ക്. This one is the most important piece of equipment in present day emergency medical services, since
allows for the issuing of job to the ambulance and can permit the crew എന്ന് പറഞ്ഞാൽ ആംബുലൻസിലെ സ്റ്റാഫ് ആണ് കേട്ടോ, ക്രൂസ്. Permit the crews to pass the information back to control or to the hospital. ഇപ്പൊ എന്താ two-way radio എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായി. അതായത് നമ്മൾ ആംബുലൻസിൽ ഓൾറെഡി പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചത് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വെച്ചേക്കുന്ന എക്യുപ്മെന്റ്സിന് പുറമെ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ആംബുലൻസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് two-way radio. അതൊരു എക്യുപ്മെന്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാ? മെയിൻ ആയിട്ട് എന്ന് പറയാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ, പെട്ടെന്നൊന്ന് പറയാം. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഡ്രൈവറില്ലേ, ആംബുലൻസിലെ ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് two-way radio എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അതിന്റെ പർപ്പസ് എന്താ? കമ്മ്യൂണിക്കേഷൻ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ. ആംബുലൻസിലെ ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് two-way radio എന്ന് പറയുന്നത്. two-way radio. ഇനി അതുണ്ട് ഇപ്പൊ നമ്മള് പറഞ്ഞേക്കുന്നത് ദിസ് one is the most important piece of equipment in present day emergency medical services. Emergency medical service ഇപ്പോ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ് two-way radio എന്ന് പറയുന്നത്. ഓക്കെ, this one is the most important piece of equipment in the present day emergency medical services. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ നമുക്ക് ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടല്ല അറിയേണ്ടത്, അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ എത്തണേക്കായി മുന്നേ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അറിയണം ഇപ്പൊ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിന് ക്രിട്ടിക്കൽ ആയിട്ട് ഇന്ന ഒരു പേഷ്യന്റിനെ ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും എന്നുള്ളത് ഈ ആംബുലൻസിൽ പേഷ്യന്റ് ചെന്നതിനേക്കായി മുന്നേ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരു ഇൻഫർമേഷൻ കിട്ടണം. എങ്കിലല്ലേ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നമുക്ക് എമർജൻസി ആയിട്ട് വല്ല ഓപ്പറേഷൻ വേണ്ടി വരുന്ന കേസുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ആംബുലൻസ് അപ്പൊ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി പോലും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെ? പെട്ടെന്ന് തന്നെ അവരെ ഏത് സെക്ഷനിലേക്കാണെന്നുള്ളത് മാറ്റുകയൊക്കെ ചെയ്യണം. അപ്പൊ ഓൾറെഡി ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ റെഡി ആയിരിക്കണം. അപ്പൊ ഈ ആംബുലൻസിലെ ഡ്രൈവറിന് അപ്പൊ എന്താ ഈ two-way radioയുടെ സഹായത്തോടു കൂടി തന്നെ ആ എത്തേണ്ട ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളിപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും, അല്ലെങ്കിൽ ഇതിപ്പോ അവിടെ നിന്ന് പുറപ്പെട്ടു അരമണിക്കൂറിനുള്ളിൽ എത്തും, അങ്ങനെയുള്ള ആ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഡ്രൈവറും ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ two-way radio ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഇതിനകത്ത് അറിയിക്കുന്നുണ്ട് മെഡിക്കൽ സർവീസ് since allowing for the issuing of the job to the ambulance and can permit the crew to pass the information back to control or to the hospital. അപ്പൊ ആ ഇൻഫർമേഷനിലേക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് അപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിൽ ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ ഓൺ ദ വേയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ട് കാര്യങ്ങളൊന്ന് ഡ്രൈവറിന്റെ ഹോസ്പിറ്റലുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ പ്രയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ടു ദ ഇമ്മൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്, പെട്ടെന്ന് അറൈവൽ ഓഫ് എ ക്രിട്ടിക്കൽ പേഷ്യന്റ്. അതായത് നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മള് അല്ലെങ്കിൽ എമർജൻസിയിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിന്റെ വരവിനെ കുറിച്ച് നമുക്ക് ഹോസ്പിറ്റലിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു പ്രയോറിറ്റി മെസ്സേജ് ആണ് ഈ two-way radio എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇത്രയും ഈ കോംപ്ലിക്കേറ്റഡ് ആയ പേഷ്യന്റ് ചെന്ന് നിർത്തുമ്പോഴല്ല ആ ഹോസ്പിറ്റലുകാർ അറിയേണ്ടത്, അല്ലെ? അയ്യോ പേഷ്യന്റ് വന്നു പിന്നെയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ഇതാകുമ്പോ ഓൺ ദ വേയിൽ തന്നെ ആ ഡ്രൈവറിന് ആ ഹോസ്പിറ്റലിലേക്ക് ഇൻഫർമേഷൻ നൽകാൻ പറ്റും. ഞങ്ങളിപ്പോ എത്തും, 5 മിനിറ്റിനുള്ളിൽ എത്തും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന വേണ്ടിയിട്ടാ. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണത്. 2-way റേഡിയോ. ക്ലിയർ ആയോ? ഓക്കെ, 2-way റേഡിയോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ദിസ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ പ്രസന്റ് ഡേ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഏതാണ്? 2-way റേഡിയോ. പിന്നെ അതിനകത്ത് എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്തിട്ടേരെ. അപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് ആ ക്രിട്ടിക്കൽ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു നമുക്ക് എന്താ പറയാ എത്തുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റലിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഈ 2-way റേഡിയോയുടെ കൂടെ ആ ഒരു ഹെൽപ്പ് അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് അതുകൂടി നോട്ട് ചെയ്തേ വെച്ചേരെ കേട്ടോ. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന്റെ വരവിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു പ്രയോറിറ്റി മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും 2-way റേഡിയോയിലൂടെ. രണ്ടാമത്തെയാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. മൊബൈൽ ഡേറ്റ ടെർമിനൽ ഇതും കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയാണ്. പക്ഷെ 2-way റേഡിയോനേക്കാൾ കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഡീപ്പാണ്. അതായത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ മൊബൈൽ ഡേറ്റ ടെർമിനൽ. സം ആംബുലൻസ് ആർ equipped with the mobile data terminal MDTS. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എക്സ്പാൻഡഡ് ഫോം ആയിട്ടും അവിടെ ചോദിക്കാം. മൊബൈൽ ഡേറ്റ ടെർമിനൽസ് which are linked without wire to the central computer. അത് വേറെ വയർലെസ് ആണ്, വയറൊന്നും ഇല്ലാതെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഇത് കണക്ട് ചെയ്തേക്കുക. ഈ എക്യുപ്മെന്റ് മൊബൈൽ ഡാറ്റ ടെർമിനല് വയറൊന്നുമില്ല, അത് നമ്മുടെ നേരെ വിത്തൗട്ട് വയറൊന്നും കൂടാതെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കാം. യൂഷ്വലി അറ്റ് ദ കൺട്രോൾ സെന്റർ. സാധാരണ ഒരു കൺട്രോൾ സെന്റർ ഉണ്ട്, അതായത് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ദിസ് ടെർമിനൽ ക്യാൻ ഫംഗ്ഷൻ ഇൻ ദ പ്ലേസ് ഓഫ് along inside the 2-way radio and it can be used to pass the detail of works to the crews and can log the time the crew was mobile to a patient arrived and left the scene or fulfill any other computer based function. എന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നമ്മൾ 2-way റേഡിയോയിൽ നമ്മൾ വിളിച്ചാ പറയുന്നേ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ആണ് അവിടെ പോകുന്നുള്ളൂ. അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ആ ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിൽ അവരുടെ ഓഡിയോ അല്ലെങ്കിൽ സൗണ്ടിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് നേരെ ഇവിടെ ഈ ആംബുലൻസിൽ ഈ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവര് എന്തൊക്കെ കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആംബുലൻസിലെ ആ ഡീറ്റെയിൽസ് ഓഫ് ദ വർക്ക് ടു ദ ക്രൂ അവര് ചെയ്യുന്ന ഡീറ്റെയില് അതൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അതാണ് ഒരു ഡിഫറൻസ്. അപ്പൊ ഇപ്പൊ ഒരു ആംബുലൻസിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൺ ദ വേ ആ പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സിനാണെങ്കിലും നേരിട്ട് ആ പേഷ്യന്റിന്റെ ആ വിഷ്വല് ആ പേഷ്യന്റിന് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ വിളിച്ചു പറയുന്നതിനേക്കാൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതല്ലേ നമുക്ക് ആ വീഡിയോ നമുക്ക് കാണുമ്പോൾ കണ്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ വിളിച്ചു പറയുന്നതിനേക്കാൾ അവിടെ കൂടുതൽ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ അതെല്ലാം കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആയിരിക്കും. മെഡിക്കൽ ടീമിന് ഇവരെന്താ ചെയ്തത് അല്ലെങ്കിൽ എന്തൊക്കെയാ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് എന്താണ് എന്നുള്ളത് നേരിട്ട് കാണാൻ പറ്റും.
അപ്പൊ തിരിച്ച് എന്തെങ്കിലും ആംബുലൻസിലെ ക്രൂസിന് എന്തെങ്കിലും പറഞ്ഞു ഇന്ന രീതിയിൽ ചെയ്യ്, അല്ലെങ്കിൽ ഇത് കൊടുക്ക്, ഇങ്ങനെ. അപ്പൊ അവര് ചെയ്യുന്നത് നേരെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതനുസരിച്ച് എന്താ പറയാ, തിരിച്ച് ഡോക്ടേഴ്സിനാണെങ്കിലും അവരോട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ നോക്കിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ആ മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ആ രണ്ടും കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ്. അപ്പൊ 2-way റേഡിയോയില് നമ്മൾ ഓഡിയോ മാത്രമേ പോകുന്നുള്ളൂ, നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അത് വയറില്ല, അത് വയറില്ലാതെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് അവിടെ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ ആംബുലൻസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ അവര് നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ആ ക്രൂസിന് എന്തൊക്കെ ചെയ്യാനുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നേരിട്ട് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഫുൾഫിൽ എനി അതർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് ഈ മൊബൈൽ ഡേറ്റ ടെർമിനൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ അല്ലേ? നമ്മൾ വിളിച്ച് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആണ്. ആ വീഡിയോ നോക്കിയിട്ട് തന്നെ, അല്ലെങ്കിൽ അതിനെ നേരെ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 3. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അതിനകത്ത്. പിന്നെ അതിനകത്ത് MDT എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അപ്പൊ അവരെന്തൊക്കെ ചെയ്യിക്കണം, അല്ല അതൊക്കെ നേരിട്ട് നോക്കിയിട്ട് അതിന് ഒരു ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 3ാമത്തെ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഗ്യാതറിംഗ് CCTV ആണ്. എവിഡൻസ് ഗ്യാതറിംഗ് CCTV. Some ambulances are now being equipped with a video camera, which are used to record activity either inside or outside the vehicle. ഇപ്പൊ എല്ലായിടത്തും CCTV ഒക്കെ ഉണ്ട് അല്ലെ? CCTV ഒക്കെ ഉണ്ട് എല്ലായിടത്തും. എന്തിനാ? നമുക്ക് നേരിട്ട് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നേരിട്ട് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു ഇതാണ്, നമ്മളൊരു എക്യുപ്മെന്റ് ആണ് CCTV എന്ന് പറയുന്നത്. CCTV എന്ന് പറഞ്ഞാൽ അതിപ്പോ ആംബുലൻസിന്റെ ഉള്ളിൽ നടക്കുന്നതും ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ വെഹിക്കിൾ, വാഹനത്തിന്റെ പുറത്ത് നടക്കുന്നതുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ക്യാമറകൾ ഈ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. Sometimes the ambulance are now being equipped with the video cameras which are used to record activity either inside or outside the vehicle. വാഹനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് റെക്കോർഡാണ്. അപ്പൊ അത് നേരിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ CCTV നോക്കിയാൽ മതി, എന്താന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. ഇത് അവിടെ കൊടുക്കുന്നുണ്ട്. This can be used as a protective measures from violence against ambulance crews. ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അക്രമങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണ് ഈ CCTV എന്ന് പറയുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി എന്തെങ്കിലും കേസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആളുകളൊക്കെ ആണെങ്കിലേ, നമ്മളിപ്പോ പോലീസിന്റെ ഒരു കേസ് അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഈ ആംബുലൻസിനെ പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? ആംബുലൻസിൽ പോകുമ്പോഴേ ഇടയ്ക്ക് വന്ന് അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അക്രമത്തിൽ നിന്ന് ആംബുലൻസിന്റെ ക്രൂസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണ് CCTV എന്ന് പറയുന്നത്. പല സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ലേ, ആംബുലൻസ് പോകുമ്പോൾ അതിനകത്തുള്ള ഗുണ്ടകളൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ അവർക്കൊരു ടീം വന്നിട്ട് ആംബുലൻസിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് ആളുകളെ പിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ അല്ലെ? അപ്പൊ ആംബുലൻസ് ക്രൂസിനെതിരായിട്ട് എന്തെങ്കിലും അക്രമങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെതിരെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് ഈ CCTV ഉപയോഗിക്കാം. അപ്പൊ പിന്നീടാണെങ്കിൽ അതിന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരൊക്കെയാണ് വന്നത് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് അവരെ ചേസ് ചെയ്തിട്ട് പിടിക്കാനും ഒക്കെ പറ്റും. അതൊരു കാര്യം. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് or in some cases to manifest or refute cases
where a member of the crew stands accused of wrongdoing. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഈ പല ആളുകളും പല രീതിയിലുള്ളല്ലേ. ഇപ്പൊ നമ്മള് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഓൺ ദ വേയിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആംബുലൻസിന്റെ ക്രൂസിന് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ആംബുലൻസിന്റെ ജോലിക്കാർക്കെതിരെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറയാം അല്ലെ, എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെടാം. അപ്പോ എന്താണ് അവർക്ക് അതിൽ നിന്ന് അത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് റെഫ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. അപ്പൊ അതിനെ നിരസിക്കാനും പിന്നെ തെറ്റായിട്ട് അവരുടെ മേലില് എന്തെങ്കിലും ഇതുപോലെയുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ CCTV ചെക്ക് ചെയ്താൽ മതിയല്ലോ. CCTV നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ അത് ഞാനിപ്പോ ചെയ്തിട്ടില്ല, അത് അങ്ങനെയല്ല മാനിഫെസ്റ്റ് പറയാട്ടോ. ഒന്നുകൂടി നോക്കിയത് എന്നിട്ട് ഞാൻ പറയാം. അവിടെ രണ്ട് ഇത് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ഓർ റെഫ്യൂട്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അത് പ്രകടമായ എന്നുള്ള മീനിങ് ആണ്. പ്രത്യക്ഷത്തില് ഇരിക്കുന്ന ഇൻ സം കേസസ് ടു മാനിഫെസ്റ്റ് ഓർ റെഫ്യൂട്ട് കേസസ്. അപ്പൊ അത് അവിടെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ കാര്യങ്ങളൊക്കെ അതിനെ അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നിരസിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് CCTV നോക്കി അറിയാൻ പറ്റും. അല്ലെങ്കിൽ തെറ്റായിട്ട് അവരുടെ പേരിൽ ആരോപിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് അത് കാണിച്ച് അതിൽ നിന്ന് അവരുടെ സത്യസന്ധത അവർക്ക് തെളിയിക്കാനും പറ്റും. ഓക്കെ, അതാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് പ്രകടിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ചില കേസുകളില് നമുക്ക് ആ ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവർത്തികള് ആരോപിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള കേസുകളിലെ അത് പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്കത് പറയാനായിട്ട് അത് പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്കത് നിരസിക്കുന്നതിനോ വേണ്ടി ഇത് CCTV ഉപയോഗിക്കാന്ന്. മാനിഫെസ്റ്റ് പ്രകടിപ്പിക്കുക, റിഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിരസിക്കുക. ഓക്കെ, അത് അവർക്ക് പ്രകടമാക്കാം. നിങ്ങൾ CCTV ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമുക്കത് അവിടെ ഒരു അവർക്ക് എന്താ പറയാ അവർക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് റെഫ്യൂട്ട് ചെയ്യാൻ നിരസിക്കുക. നമ്മുടെ പേരിൽ ഒരു കുറ്റം നിങ്ങളത് പേഷ്യന്റിന് മര്യാദയ്ക്ക് നോക്കാനായിട്ടാണ് ആ പേഷ്യന്റിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അത് ഞാൻ ചെയ്തിട്ടില്ല നമുക്കത് റെഫ്യൂസ് ചെയ്യാം അല്ലെ, റെഫ്യൂട്ട് ചെയ്യാം എന്നുവെച്ചാൽ അത് നിരസിക്കാം. നേരെ അവിടെ പ്രൂഫ് അവിടെ ഉണ്ടല്ലോ, അവർക്ക് ആ CCTV ചെയ്താൽ മതി, CCTV ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് CCTV കൊണ്ട് പറ്റും. അപ്പൊ അത് എക്സ്ട്രാ വെച്ചേക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, വയലൻസ് അഗൈൻസ്റ്റ് ആംബുലൻസ് ക്രൂസ്, ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അക്രമങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഇൻ സം കേസസ്, ചില കേസുകളിൽ ഈ ആംബുലൻസിലെ ജോലിക്കാർക്കുള്ള എതിരെ വരുന്ന തെറ്റായ പ്രവൃത്തികൾക്കൊക്കെ ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും കേസുകൾ പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യുന്നതിനോ എന്ത് ചെയ്യാം, ഈ CCTV ഉപയോഗിക്കാം. ക്ലിയർ ആയോ? മൂന്നാമത്തെ. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ അവിടെ. They can be used as a protective measures from violence against ambulance crew or in some cases to manifest or refute cases where a member of the crew stands accused of the wrongdoing. Accused എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നുള്ള മീനിങ് ആട്ടോ. ACCUSED, accused of wrongdoing. തെറ്റായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്തെങ്കിലും ആരോപിക്കപ്പെടുക, തെറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ ആരോപിക്കപ്പെടുക അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് അത് തെളിയിക്കാനും ഈ CCTV ഹെൽപ്പ് ചെയ്യുന്ന. accused ആരോപിക്കുക, ഓക്കെ, സോറി കുറ്റപ്പെടുത്തുക, ആരോപിക്കുക എന്നല്ല കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഫോർത്ത് വൺ ആണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്.
റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റാമ്പ്, RAMP, റാമ്പ് ചെരിഞ്ഞ സ്ഥലം ആണ് റാമ്പ്. Ambulance can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. ഇപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെയൊക്കെ നമ്മൾ ആംബുലൻസിലേക്ക് എടുത്ത് പൊക്കി കയറ്റുന്നതിന് പകരം അവരെ സുരക്ഷിതമായിട്ട് കയറ്റാനാണ് ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ്. ഒരു ചെരിഞ്ഞ പ്രതലാണ്. അപ്പൊ അവിടെ പേഷ്യന്റിന് നമ്മൾ കിടത്തിയിട്ട് നേരെ നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റും. എടുത്ത് പൊക്കി പിടിച്ച് ആംബുലൻസിന്റെ അകത്തേക്ക് ഇരുത്തണ്ട അല്ലെങ്കിൽ കിടത്തണ്ട. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ. നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ റാമ്പ് ഇത് വെച്ചേക്കുന്നതാണ് അതിനകത്ത്. അപ്പൊ പേഷ്യന്റിനെ അവിടെ കിടത്തുക, നമുക്ക് സ്മൂത്ത് ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കിടത്താൻ പറ്റും. അങ്ങനെ okay, ambulance can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up lifting. ഒരു ലിഫ്റ്റിംഗ് ഒന്നും വേണ്ട, അവരെ പിടിച്ച് കൈ നമ്മൾ എടുത്ത് കയറ്റൊന്നും വേണ്ട. അങ്ങനെ വെയിറ്റ് ഉള്ള പേഷ്യൻസിനും ശരി അങ്ങനെ കയറ്റാം. നമ്മൾ അത് മറ്റേതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ പഠിച്ചതിൽ പറഞ്ഞു. അപ്പൊ അവരെ നമുക്ക് ആ ഒരു അവിടെ കിടത്തിയിട്ട് നമുക്ക് നേരെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. This is particularly important where the patient is obese or specially care transport. അതാണ് നമ്മൾ പറഞ്ഞില്ലേ പൊണ്ണത്തടിയുള്ള obese എന്ന് പറയുന്നത്, OBES, obese, പൊണ്ണത്തടിയുള്ളത്, അമിതവണ്ണമുള്ള പേഷ്യൻസിനെ നമ്മൾ കയറ്റാനായിട്ട് ഈ റാമ്പ് അല്ലെങ്കിൽ ടെയിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം. ഭയങ്കര പാടല്ലേ, ഒരു 150 കിലോ ഉള്ള ഒരാളെ എടുത്ത് പൊക്കി കയറ്റാന്ന് പറഞ്ഞാൽ സാധാരണക്കാര് കൊണ്ട് പറ്റുമോ? അവരെടുത്ത് കയറ്റാന്നുള്ളത് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്താ നമുക്ക് അതിലേക്ക് എടുത്തിട്ട് പതുക്കെ അതിലേക്ക് ഒന്ന് കയറ്റിവിടാം. ഓർ സ്പെഷ്യലി കെയർ ട്രാൻസ്പോർട്ട്. പിന്നെ ചില ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധ കൊടുത്തു കൊണ്ടുപോകേണ്ടയില്ലേ, അതായത് പേഷ്യന്റിനെ അനക്കാതെ നമുക്ക് കൊണ്ടുപോകേണ്ട കേസുകളില്, സ്പെഷ്യൽ കെയർ കൊടുത്ത് പോകേണ്ട കേസുകളില് നീഡ് എ ലാർജ് ഹ്യൂജ് എക്യുപ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു വലിയ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ കൊണ്ടുപോകണ്ടേ. അതായത് നിയോണേറ്റൽ ഇൻക്യുബേറ്റർ. നിയോണേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നിയോണേറ്റൽ ഇൻഫന്റ് ഇൻക്യുബേറ്റർ. കുട്ടികളില്ലേ, കുഞ്ഞു നവജാത ശിശുക്കളെ കുട്ടികളെയൊക്കെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഇൻക്യുബേറ്റർ, അതാണ് നിയോണേറ്റൽ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അവർക്കൊക്കെ ന്യൂബോൺ ബേബീസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള വലിയ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, ഹോസ്പിറ്റൽ ബെഡ്സ്, ഹോസ്പിറ്റൽ ബെഡ് പോലെയുള്ള അത്തരം ഫെസിലിറ്റി കൊണ്ട് തന്നെ പേഷ്യൻസിന് അങ്ങനെ സ്പെഷ്യൽ കെയർ കൊടുത്ത് കൊണ്ടുപോകേണ്ട കേസുകളിലും അമിതവണ്ണമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കാം. അപ്പൊ ആ നല്ല വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ് നമുക്ക് എടുത്ത് പൊക്കി കയറ്റണ്ടല്ലോ, അതിലേക്ക് വെച്ചിട്ട് നമുക്ക് നേരെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. There may also be equipped connected to these such as winches, which are formed to pull weightly patient into vehicle. Winches കേട്ടിട്ടുണ്ടോ? WINCHES, winches, യന്ത്രപ്പടി. അതായത് നമുക്ക് ഇതിന് നമുക്കൊരു വിഞ്ചസുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ എന്താ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ബെഞ്ചസിലേക്ക് ബന്ധിപ്പിക്കാം. അപ്പൊ അവിടുന്ന് നേരെ ഒന്ന് പതുക്കെ ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാല് എന്താ നേരെ ആംബുലൻസിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ വിഞ്ചസ്? നമുക്ക് ഇതുപോലെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് വിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വിഞ്ചസ് പോലുള്ള എക്യുപ്മെന്റ്സുമായിട്ട് നമുക്ക് ഈ റാമ്പ് കണക്ട് ചെയ്യാം, അതുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പൊ നേരെ സുഖമായിട്ട് നമുക്ക് ഒരു സ്ട്രെയിൻ ഒന്നും വരില്ല, ആ പേഷ്യൻസിനും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ നല്ല കെയർ കൊടുക്കുന്ന പേഷ്യൻസിന് നമുക്ക് 2-3 പേരും കൂടി തിരിച്ച് ആംബുലൻസിലേക്ക് കയറ്റാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല അല്ലെ. അവർക്ക് അവരെ അനക്കാതെ തന്നെ കൊണ്ടുപോകേണ്ട കേസുകൾ ഉണ്ടാവും നമ്മള്.
അത്ര കെയർ കൊടുത്ത് പോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും പിന്നെ നമ്മള് അമിതവണ്ണമുള്ള ആളുകളെ കൊണ്ടുപോകാനും പിന്നെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ വലിയ ഹ്യൂജ് എക്യുപ്മെന്റ്സുകളൊക്കെ ആംബുലൻസിലേക്ക് കയറ്റാനും ഒക്കെയാണ് ഈ ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ആംബുലൻസ് ക്യാൻ ബി equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. അണ്ടർലൈൻ ചെയ്തിട്ടാ. പിന്നെ അങ്ങനെ നമുക്ക് ഏതൊക്കെയാണ് നല്ല അമിത വെയിറ്റുള്ള പേഷ്യൻസിനെ സ്പെഷ്യലി കെയർ കൊടുത്തുകൊണ്ട് പോകുന്ന പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഈ ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇനി അടുത്തതാണ് ട്രോമ ലൈറ്റിംഗ്. ട്രോമ ലൈറ്റിംഗ് ഇത് കണ്ടിട്ടുണ്ടോ? Beside to normal working lighting, ambulance can be fitted with a special lighting. ആ സ്പെഷ്യൽ ലൈറ്റിനാണ് ട്രോമ ലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ ആംബുലൻസിലെ ലൈറ്റുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? റെഡ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ എമർജൻസി ആണെങ്കിൽ ലൈറ്റ് ഇട്ടൊക്കെയാണ് ആംബുലൻസ് പോകുന്നത്. അപ്പൊ അങ്ങനെ ആംബുലൻസില് സാധാരണയുള്ള ആ നോർമൽ വർക്കിംഗ് ലൈറ്റ്, സാധാരണയുള്ള ലൈറ്റുകൾക്ക് പുറമെ ആംബുലൻസില് സ്പെഷ്യൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് ബിക്കം ഫോട്ടോ സെൻസിറ്റീവ്. ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ ചില പേഷ്യൻസിന് നോർമൽ ലൈറ്റ് ഇട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലാത്ത കേസുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ട്രോമ ലൈറ്റിംഗ് ഇടാം. ട്രോമ ലൈറ്റ് എന്ന് പറയുന്നത് അത് ആംബുലൻസിന്റെ ഉള്ളിൽ തന്നെയുള്ള ലൈറ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാത്രിയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആംബുലൻസിൽ ഇങ്ങനെ ഫുള്ള് ഉള്ളില് റെഡോ അല്ലെങ്കിൽ ലൈറ്റ് ഈ ബ്ലൂ കളറിൽ ലൈറ്റ് ഇട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ ഇപ്പൊ സാധാരണ ലൈറ്റ് ഒന്നും ചില പേഷ്യൻസിന് പറ്റില്ല. ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് നോർമൽ ലൈറ്റ് പറ്റില്ലാത്ത കേസാണ്. അപ്പൊ അവർക്ക് എന്താണ്, അവരെ കൊണ്ടുപോകുമ്പോ ട്രോമ ലൈറ്റ് ഇടാം. ട്രോമ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിന് ഉള്ളിലുള്ള ലൈറ്റ് ആട്ടോ. നമ്മുടെ എന്താ പറയാ, നമ്മള് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയാ ഈ സീറോ ബൾബ് ഇടൂലേ റൂമിൽ, അത്യാവശ്യം വെട്ടം കിട്ടാനായിട്ട് സീറോ ബൾബ് ഇടാറില്ലേ അല്ലേ? അതുപോലെ തന്നെ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ അവർക്ക് ആ പിള്ളേർക്കൊക്കെ വലിയ ലൈറ്റ് ട്യൂബിന്റെ ഇതിന്റെ ഒന്നും വലിയ ലൈറ്റ് ഒന്നും പറ്റില്ല. ഉണ്ടായി വന്ന കുഞ്ഞു കുട്ടികളല്ലേ. അപ്പൊ എന്നാൽ അവർക്ക് അത്യാവശ്യം ലൈറ്റ് വേണമെന്ന് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും സീറോ ബൾബ് ലൈറ്റ് കുറവുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ആംബുലൻസിന്റെ ഉള്ളിലുള്ള ലൈറ്റ് ആണ് കേട്ടോ അത്. ഉള്ളില് ഫുള്ളായിട്ട് നമ്മൾ റൂമിലെ ലൈറ്റ് ഇടൂലേ, അതുപോലെ ആംബുലൻസിൽ ഇട്ടേക്കുന്ന ലൈറ്റ് ആണ്, സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ? പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, അതായത് ലൈറ്റ് പറ്റില്ലാത്ത, നോർമൽ ലൈറ്റ് പറ്റില്ല, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ട്രോമ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രോമ ലൈറ്റ്. മനസ്സിലായില്ലേ? അത് ഏതൊക്കെ കളർ ആവാം? അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ ലൈറ്റ് ട്രോമ ലൈറ്റിന് ഏതൊക്കെ കളേഴ്സ് വരാമെന്ന്. ഏതൊക്കെയാ? ബ്ലൂ അല്ലെങ്കിൽ റെഡ് വരാം. ഞാൻ ബ്ലൂ ആണ് കണ്ടേക്കണേ, റെഡ് അങ്ങനെ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റെഡ് ലൈറ്റ്? അതിന്റെ അകത്ത് ബ്ലൂ കണ്ടിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ് കണ്ടിട്ടുണ്ട്, റെഡ് അങ്ങനെ അകത്ത് ഇട്ട് ഉണ്ടോ? യെസ്, അഭിരാമി കണ്ടിട്ടുണ്ടോ? ഓക്കെ. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്നുള്ള കാര്യം. നമ്മള് ആംബുലൻസിന് പുറത്തുള്ള ലൈറ്റുകളല്ല ആംബുലൻസിന്റെ അകത്ത് ഇടുന്നത്. ഓക്കെ, പല തരത്തിലുള്ള ലൈറ്റുകളുണ്ട്. അത് ഇനിയും നമുക്ക് അവിടെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഇത് പറഞ്ഞത് പുറത്തുള്ളത് കണ്ടിട്ടുണ്ട് എന്നാ. ഓക്കെ, അത് നമുക്ക് എന്താ പറയാ, എമർജൻസി ആയിട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ആംബുലൻസ് ഐഡന്റിഫൈ ചെയ്യാനും, പിന്നെ ആ ലൈറ്റ് ഒക്കെ ഇട്ട് പോകുന്നത് അത്ര ക്രിട്ടിക്കൽ കെയർ മറ്റുള്ള വാഹനങ്ങളൊക്കെ അറിയണമല്ലോ. ചിലത് കേസിൽ മാത്രം സൗണ്ട് ഇട്ടു, അതും പഠിക്കാനുണ്ട്. ആംബുലൻസിന്റെ ബീക്കൺ സൈറനുകളൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് ഇതിനകത്ത്. അപ്പൊ അത് എന്താ പറയാ, അങ്ങനെ ഇല്ലാത്തത് ലൈറ്റാ. നമ്മൾ പെട്ടെന്ന് ദൂരെ നോക്കുമ്പോൾ ലൈറ്റ്, രാത്രിയൊക്കെ പോകുമ്പോഴാണെങ്കിൽ ലൈറ്റാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുള്ള ലൈറ്റിംഗ് സെറ്റിംഗ്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആംബുലൻസിന്റെ അകത്ത് ഇടുന്ന
നമ്മളിപ്പോ റൂമിൽ ലൈറ്റ് ഇടൂലേ, അതുപോലെ ആംബുലൻസിന്റെ അകത്ത് ഇടുന്ന ലൈറ്റ് ആണ് ഈ ട്രോമ ലൈറ്റ് എന്ന് പറയുന്നത്. ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആവാം, സ്പെഷ്യൽ ലൈറ്റിങ്. ഓക്കെ, പേഷ്യൻസ് ആ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് എന്താ പറഞ്ഞേ, നോർമൽ ആ ലൈറ്റ് അവർക്ക് പറ്റില്ല, നോർമൽ ഇട്ട് ചില പേഷ്യൻസിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഡിം ലൈറ്റ് പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ലൈറ്റ് ഇടും അതിൽ ആംബുലൻസിന്റെ അകത്ത്. ഓക്കെ, ഇനി അടുത്തതാണ് എയർ കണ്ടീഷനിങ്. AC, air conditioning. Ambulances are actually equipped with a separate air conditioning system to working area from that which serves the cab or vehicle. Cab എന്ന് പറഞ്ഞാൽ vehicle എന്നുള്ള മീനിങ് ആണ് കേട്ടോ. Cab or vehicle. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ആംബുലൻസിൽ നമുക്ക് എന്താ എയർ കണ്ടീഷൻ, AC ആംബുലൻസും ഉണ്ട്, എയർ കണ്ടീഷനിങ് ആംബുലൻസും ഉണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയാ, AC എന്തിനാ, നമ്മുടെ കാറിലുണ്ടല്ലോ, സാധാ കാറുണ്ട് AC ഉള്ള ഇതുണ്ട്. ഇപ്പൊ ചില കുറഞ്ഞ റേറ്റ് ഉള്ള കാറുകളിൽ AC ഉണ്ടാവണമെന്നില്ല അല്ലെ, നോർമൽ സാധാരണ പോലെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ കുറച്ചും കൂടി ഇതുള്ള കാറുകളിലൊക്കെ AC ഉണ്ട്. AC എന്തിനാ, AC ഇട്ട് എന്തിനാ പോണേ, നമുക്ക് പുറമേ ഉള്ള യാതൊരു പൊടിയോ കാര്യങ്ങളോ അതൊക്കെ നമുക്ക് വരാതെ നമുക്കൊരു ഫ്രഷ് എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ AC ഉള്ളില് അല്ലെ, വേറെ ഒന്നും കൂളാവാനായിട്ട്. ശരി, കൂളാവാൻ പിന്നെ വേറെ നമ്മുടെ അന്തരീക്ഷമായിട്ട് ഇപ്പം നമ്മള് കാറിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പുറമേ നിന്നുള്ള പൊടികളൊക്കെ കയറൂല അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ചില ആംബുലൻസിലുണ്ട്, എല്ലാ ആംബുലൻസിലും ഇല്ല കേട്ടോ, ചില അത് ഓക്കെ, വെരി ഗുഡ്, കംഫോർട്ടബിൾ ആണ്, ട്രാൻസ്പോർട്ടേഷന് കംഫോർട്ടബിൾ ആയിട്ട്. അതായത് 2-3 കാര്യങ്ങളോട് പറയുന്നുണ്ടെന്ന് നോക്കി. അപ്പൊ എന്താ നമ്മള് എന്താ പുറമേ നിന്നുള്ള എയറൊക്കെ ആംബുലൻസിലേക്കൊക്കെ കയറാതെ പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അവർക്കൊരു സുഖപ്രദമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നോക്കി, this helps to keep a suitable temperature for any patients being treated, but they also have an extra features such as filtering against airborne pathogens. എന്ത് പറഞ്ഞേക്കുന്നേ, this help to keep a suitable temperature for any patient being treated. നമ്മൾ അവർക്ക് ചിലപ്പോ ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരാ. അപ്പൊ അവർക്കുടെ ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെന്റിന്റെ ഇതായിട്ടും അവർക്ക് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനും, പിന്നെ നമുക്ക് എയർബോൺ പാത്തോജൻസ് എന്താ പറഞ്ഞ വേറെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, അപ്പൊ അത് ഏതായാലും അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ പുറമെയുള്ള ആ എയർബോൺ പാത്തോജൻസ് രോഗാണുക്കള്, ഏതിൽ കൂടി വരുന്ന സൂക്ഷ്മാണുക്കള്, ഇതൊക്കെ നമ്മളെ അകത്തേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് AC, എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇതൊരു എക്സ്ട്രാ എക്യുപ്മെന്റ് ആണ് ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പിന്നെ ഡീറ്റെയിൽ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് അറിയാം, AC നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, ambulance are actually equipped with a separate air conditioning system to working area from that which serves the cab vehicle. This helps underline cheyiditto. This helps to keep a suitable temperature for any patient being treated. Suitable temperature കിട്ടാനും വേണ്ടിയിട്ടും, പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത്, but may also have two extra features such as filtering against airborne pathogens. അതും കൂടി നോട്ട് ചെയ്യുക, filtering against airborne pathogens. ഇനി 7ാമത്തെയാണ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ് okay, these are often set in ambulance to record such details. അപ്പൊ നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഇലക്ട്രോണിക്കലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡേറ്റ റെക്കോർഡാണ്. അതായത് നമ്മളിപ്പോ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ അതിന്റെ ചില ഡീറ്റെയിൽസ് നോക്കി ഇവിടെ, ദീസ് ആർ ഓഫൺ സെറ്റ് ഇൻ ആംബുലൻസ്. ഇപ്പൊ ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തിനാ, ടു റെക്കോർഡ് സച്ച് ഡീറ്റെയിൽസ്, റെക്കോർഡ് ചെയ്യാൻ. എന്തൊക്കെയാ, സ്പീഡ്, ആംബുലൻസിന്റെ സ്പീഡ്, അതിന്റെ ബ്രേക്കിംഗ് പവർ, ടൈം,
ആക്ടിവേഷൻ ഓർ ആക്റ്റീവ് എമർജൻസി വാർണിംഗ്, പിന്നെ സച്ച് ആസ് ലൈറ്റുകള്, സൈറൺ ആൻഡ് സീറ്റ് ബെൽറ്റ് യൂസേജ്. സീറ്റ് ബെൽറ്റിന്റെ ഇത് എല്ലാം നമ്മൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡേറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോ അതായത് നമ്മൾ ഈ സ്പീഡ് ബ്രേക്കിംഗ് പവർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ആംബുലൻസിൽ, അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും നിർബന്ധമാണ് അല്ലെ ആംബുലൻസിൽ മാത്രമല്ല എല്ലായിടത്തും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. സീറ്റ് ബെൽറ്റ് പിന്നെ അതിന് തന്നെ എത്ര ടൈമില് എപ്പോ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു, എത്ര പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോയി, എവിടേക്കൊക്കെ ഇത് ആംബുലൻസ് പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മള് എല്ലാം റെക്കോർഡ് ആക്കി വെക്കുന്ന ഇത്രയും ഡീറ്റെയിൽസുകളൊക്കെ ഉള്ള റെക്കോർഡാണ്. ഇപ്പൊ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ഡ്രൈവറിന് എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ, ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുമല്ലോ നമുക്ക്. അപ്പൊ ഇത് ഓൾറെഡി അവിടെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും സ്പീഡ് ഇപ്പൊ എത്ര കിലോമീറ്റർ അത് നമുക്ക് സ്പീഡ് അറിയാൻ പറ്റും, എങ്കിലും അതിന്റെ ടൈം, എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി, എവിടേക്കൊക്കെ പോയി, പിന്നെ അതുപോലെ തന്നെ ഓരോ നമ്മൾ അതിന്റെ ലൈറ്റുകള് കാര്യങ്ങളൊക്കെ, നമ്മുടെ എമർജൻസി വാർണിംഗ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ റെക്കോർഡായിരിക്കും. അപ്പൊ എന്താ പറയാ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാം. എപ്പോഴും പോണ സമയത്ത് ആംബുലൻസിലെ ഡ്രൈവറിന് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇലക്ട്രോണിക്കലി ഈ സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തേക്കുന്നതാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡേറ്റ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. These are often used integrated with GPS unit. Global Positioning System ആണ് GPS യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് ഏതാ ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതായത് ഇതൊരു GPS-ഉമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. These are often ഈ ഡേറ്റ റെക്കോർഡ്സ് GPS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, സംയോജിപ്പിച്ചിട്ടുണ്ട്. GPS എന്ന് പറഞ്ഞ ലൊക്കേഷൻ മനസ്സിലാക്കാനാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ലൊക്കേഷൻ, ഇപ്പൊ ആംബുലൻസ് എവിടെയാണ്, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ്. ലൊക്കേഷൻ മനസ്സിലാക്കാൻ, ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് സംതിങ്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഇതുപോലെ തന്നെ പോലീസൊക്കെ കേസിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ആംബുലൻസ് ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാം. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അല്ലെ, GPS. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് GPS എന്ന് പറയുന്നത്. അത് ഈ ഡേറ്റ റെക്കോർഡ് GPS-ഉമായിട്ട് സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന്, GPS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോമിൽ ചോദിക്കാം, ഒന്ന് നോട്ട് ചെയ്തോ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പൊ ഈ ഡേറ്റ റെക്കോർഡ്സ് ഈ GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിട്ട് ഇരിക്കുന്നതെന്ന്. അത് എന്തിനു വേണ്ടിയിട്ട്? ഇത് ലൊക്കേഷൻ മനസ്സിലാക്കാൻ. ഇപ്പൊ കറക്റ്റ് ആംബുലൻസ് എവിടെയാണ്, ആ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി നിങ്ങൾ, ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മളെ എന്തെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പോലീസിന് ഇപ്പൊ ആംബുലൻസ് എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും എന്താ വേറെ എന്തെങ്കിലും ഗുണ്ടാസംഘം ആരെങ്കിലും ആംബുലൻസിന്റെ അതിനകത്ത് കിടക്കണ ഒരു വലിയൊരാളാന്ന് വിചാരിക്കാം. വലിയൊരാളാന്ന് പറഞ്ഞ എന്താ പറയാ, ഈ വല്ല ഗുണ്ടയിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവരുടെ ഗ്യാങ് വന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവരെ രക്ഷപ്പെടുത്താനൊക്കെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അപ്പൊ പോലീസിന് വേണമെങ്കിൽ ആ കറക്റ്റ് നമുക്കിപ്പോ എന്താ GPS-ന്റെ സഹായത്തോടു കൂടി നമുക്ക് കറക്റ്റ് ആംബുലൻസിന്റെ സ്പോട്ട് എവിടെയാന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനോ, ആംബുലൻസിന്റെ അടുത്തേക്ക്, ആംബുലൻസിന്റെ എതിരെ എന്തെങ്കിലും അക്രമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓൺ ദ സ്പോട്ട് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും.
എവിടെയാണ് ആംബുലൻസ് എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം ആംബുലൻസിൽ. അപ്പൊ അതുമായിട്ട് സംയോജിപ്പിച്ചിട്ടാണ് ഡേറ്റ റെക്കോർഡ്സ് വെച്ചേക്കുന്നതെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അതിനകത്ത് രണ്ട് കാര്യങ്ങളും എഴുതി വെക്കണം അവിടെ. GPS-ന്റെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. രണ്ടാമത് പറഞ്ഞത് GPS എന്തിനു വേണ്ടിയാ? ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങളും അത്രയും അതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ 7 എണ്ണാണ് കേട്ടോ. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? നമ്മുടെ എക്സ്ട്രാ ഉള്ള എക്യുപ്മെന്റ് ആണ്. ആംബുലൻസിൽ ഓൾറെഡി നമ്മൾ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് വേണമെന്ന് പറഞ്ഞു. അതുകൂടാതെ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുള്ള എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആണിത്. 2-way റേഡിയോ, രണ്ടാമത്തെ മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ് CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഡാറ്റ റെക്കോർഡ്സ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഓൺലി ഓഡിയോ മാത്രമേ ഉള്ളൂ 2-way റേഡിയോയില്. ഡ്രൈവർ ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. രണ്ടാമത്തെ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബുലൻസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങള് ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ വീഡിയോ കണ്ടിട്ട് ആ സ്റ്റാഫിന് കറക്റ്റ് ഡയറക്ഷൻ ആംബുലൻസിലെ ക്രൂസിന് കൊടുക്കാൻ പറ്റും, ജോലിക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത CCTV അറിയാലോ. ആംബുലൻസിന്റെ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ആംബുലൻസിലെ ഡ്രൈവേഴ്സിനൊക്കെ എതിരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ അവരിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് CCTV ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പ്രൊട്ടക്റ്റീവ് വയലൻസ് എഗൈൻസ്റ്റ് ആംബുലൻസ് ക്രൂസ് അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ. പിന്നെ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ഇങ്ങനെ ഹ്യൂജ് എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനൊക്കെ നമ്മൾ എടുത്തു കയറ്റാതെ നമുക്ക് പേഷ്യന്റിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് ഉപയോഗിക്കുന്നത്. അത് വിഞ്ചസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഒരു പടി പോലത്തെ ഉണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് തള്ളിയാൽ മതി. ജസ്റ്റ് നമുക്ക് ആംബുലൻസിലേക്ക് നേരെ സീറ്റിലേക്ക് അവരെ സുരക്ഷിതമായിട്ട് കിടത്താൻ പറ്റും. പിന്നെ ട്രോമ ലൈറ്റിംഗ്. അപ്പം ആംബുലൻസിൽ സാധാരണ നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ് ഉണ്ട്. അതിന് പുറമെ ആംബുലൻസിന്റെ ഉള്ളിലുള്ള ലൈറ്റ് ആണ്, സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇത് ഏതൊക്കെയാവും? ബ്ലൂ ആവാം അല്ലെങ്കിൽ റെഡ് കളർ ആവാം. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റില്ലാത്ത പേഷ്യൻസിനാണ് ട്രോമ ലൈറ്റിംഗ് ഇടുന്നത്. പിന്നെ എയർ കണ്ടീഷനിങ് അറിയാം. പേഷ്യന്റിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് എയർബോൺ പാത്തോജൻസ് ഒക്കെ അകത്തേക്ക് വരാതിരിക്കാൻ, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകാനാണ് എയർ കണ്ടീഷനിങ് ആംബുലൻസ്. എല്ലാ ആംബുലൻസും എയർ കണ്ടീഷനിങ് അല്ല കേട്ടോ. ചില ആംബുലൻസുകൾ അങ്ങനെ സ്പെഷ്യൽ കെയർ കൊണ്ടുപോകുന്നത് എയർ കണ്ടീഷനും AC എല്ലാ ആംബുലൻസിലില്ല, ചില ആംബുലൻസിലൊക്കെയാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് ഡാറ്റ റെക്കോർഡ്സ് വെച്ചാൽ അത് എന്താ അതിനകത്തുള്ള കാര്യങ്ങൾ, ആംബുലൻസിന്റെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു എപ്പോ എത്തി, അതൊന്നും ഡ്രൈവറിനെ ഒപ്പം റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഇലക്ട്രോണിക്കലി അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ആംബുലൻസിൽ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡാറ്റ റെക്കോർഡ്. അത് GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചായിരിക്കുന്നത്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് എന്തിനു വേണ്ടിയാ? ലൊക്കേഷൻ മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് നിങ്ങളിത് കണ്ടിട്ടുണ്ട്. നോക്കിയേ, ഇതൊക്കെ നമ്മൾ അറിയാവുന്ന പാസീവ് വിഷ്വൽ വാർണിംഗ്. പാസീവ് വിഷ്വൽ വാർണിംഗ്. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എമർജൻസി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ആംബുലൻസിൽ ഓൾറെഡി ഉള്ള വിഷ്വൽ വാർണിംഗ് ആണ് ഇത് അല്ലെ? എപ്പോഴും അതായത് ആംബുലൻസിൽ നമ്മൾ ആംബുലൻസ് പെയിന്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, അത് ഏതൊക്കെയാ സിമ്പിൾ നോക്കിയേ? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാ? സ്റ്റാർ ഓഫ് ലൈഫ് ഒന്നാമത്തെ. ഡാറ്റ റെക്കോർഡ് ഒന്ന് പറയാമോ? പറയാം കേട്ടോ. ഇതും കൂടി ഒന്നാമത് പറഞ്ഞിട്ടെ. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. ഇത് ഓരോ രാജ്യങ്ങളിലും ഒക്കെ മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സിംബലുകളാണ്. വിഷ്വൽ വാർണിംഗ് ആണിത്. ഇത് പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്.
എന്തിനു വേണ്ടിയിട്ടാണ്? സിംബൽ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഒന്ന് അത് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്നതാണ് ഈ സിംബലുകൾ. ആംബുലൻസ് കണ്ടിട്ടില്ലേ? നമ്മളിവിടെ ആദ്യത്തെ രണ്ടെണ്ണം കണ്ടിട്ടുണ്ടാവും അല്ലെ? ആദ്യത്തെ രണ്ടെണ്ണം കണ്ടിട്ടില്ല എല്ലാവരും? സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും കണ്ടിട്ടുണ്ട് അല്ലെ? അത് എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്നതാണ് ഈ സിംബലുകൾ. അത് ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബല്. ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലാണിത്. അപ്പൊ അതിനകത്ത് നമ്മൾ അതൊന്ന് എഴുതി വെച്ചോ. സിംബൽ ഈസ് ഈ സിംബലുകൾ കേട്ടോ, വിഷ്വൽ വാണിംഗ്, പാസീവ് വിഷ്വൽ വാണിംഗ്, ഈ സിംബലുകൾ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എമർജൻസി മെഡിക്കൽ സർവീസസ്. Symbol is used to identify emergency medical services. Okay. ഈ സിംബലുകളുടെ പേരുകൾ നിങ്ങൾ നോക്കി വെക്കാം. പിന്നെ ചോദിക്കാം മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന സിംബൽ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. ഓക്കെ. സിംബൽ ഈസ് used to identify emergency medical services. Okay. സിംബലുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. അവിടെ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ. അതായത് എമർജൻസി കാണിക്കുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലാണ്. ചിലർക്കിടെ നമ്മളിങ്ങനെ ടീഷർട്ടിലൊക്കെ ഇങ്ങനെയുള്ള സിംബലുകൾ കണ്ടിട്ടില്ലേ? അവര് എമർജൻസി ഇത് കൊടുക്കുന്ന ഇത്. ഓക്കെ. ടീഷർട്ടില് ഒക്കെ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവും. നമുക്ക് ഹോസ്പിറ്റലില് ആംബുലൻസിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആംബുലൻസ് പോകുമ്പോൾ ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി ഡാറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മൾ ഈ ഡീറ്റെയിലുകള് ആംബുലൻസില് നമ്മള് എന്താ ഈ ആംബുലൻസിന്റെ സ്പീഡ്, അതിന്റെ ബ്രേക്കിംഗ് പവർ, ടൈം, ആ എമർജൻസി ഇപ്പൊ നമ്മൾ എപ്പോഴാണ് നമ്മൾ ആംബുലൻസ് പുറപ്പെട്ടത്, എത്ര സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, എത്ര പേഷ്യന്റിനെയൊക്കെ കൊണ്ടുപോയി, അവരുടെ ഡീറ്റെയില്, ഇതെല്ലാം ആംബുലൻസിലെ ഡ്രൈവറിന് അപ്പപ്പോ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റൂല. അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിലുകള് ഇലക്ട്രോണിക്കലി അവിടെ റെക്കോർഡ് ആക്കി വെക്കുന്ന സാധനമാണ്. ആ ഒരു എക്യുപ്മെന്റ് ആണ് ഡാറ്റ റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങക്ക്? അതായത് ഈ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഡീറ്റെയിലുകൾ, സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, ഇത് ആക്ടിവേഷൻ ഓഫ് എമർജൻസി, അതായത് എത്ര പേഷ്യന്റിനെ കൊണ്ടുപോയി, എത്ര ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്, സൈറൺ, ഇതൊക്കെ നമുക്കത് ഓട്ടോമാറ്റിക്കലി ആണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്താ പറയാ, ആംബുലൻസിന്റെ ഡ്രൈവറിന് അപ്പപ്പ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റൂല്ലോ. അപ്പൊ അത് എന്താ റെക്കോർഡ് ആക്കുക. ഓൾറെഡി അവിടെ റെക്കോർഡാണത്. അപ്പൊ എന്തെങ്കിലും പിന്നീട് അത് നോക്കാനോ എന്തെങ്കിലും ചെക്ക് ചെയ്യാനോ ഇങ്ങനെയുള്ളത്, ഇപ്പൊ ലൈറ്റ്, സൈറൻ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ നമ്മളൊന്ന് റെക്കോർഡാണ്, അത് ഓൾറെഡി റെക്കോർഡാണത്. അതായത് ഇലക്ട്രോണിക്കലി ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡാറ്റ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ഏതുമായിട്ട്, GPS-ഉമായിട്ട് സംയോജിപ്പിച്ചായിരിക്കണേന്ന്. GPS സിസ്റ്റം. GPS എന്താ? ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അത്രയാണ് അതിനകത്ത് പറയുന്നത്. ഇനി ഒരു ചെറിയൊരു ഇതുണ്ട്, വേഗം നമുക്ക് തുടങ്ങി വെക്കാം. ബാറ്റൻബർഗ് മാർക്കിംഗ്. ഇതൊന്ന് കണ്ടേ? ഈ സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആംബുലൻസില് സൈഡില്, ഫ്രണ്ടില്, ബാക്കില് ഒക്കെ ഇങ്ങനെയുള്ള ചെക്ക് പോലത്തെയുള്ള ഇത്, അതിനാണ് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? റെഡും വൈറ്റും ഉണ്ട്, ഓൾട്ടർനേറ്റ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും ഓൾട്ടർനേറ്റ് ചെയ്തുള്ളതുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആംബുലൻസില് അല്ലെ?
ആംബുലൻസ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പാസീവ് ആണ്, ഇത് എപ്പോഴും ഉണ്ട്. എമർജൻസി വരുമ്പോ മാത്രമാണോ? അല്ലല്ലോ. എപ്പോ ആംബുലൻസ് നമ്മൾ എമർജൻസി അല്ലാതെയും ഒക്കെ ആംബുലൻസ് പോകുമ്പോൾ നമുക്ക് ഇതുണ്ട്. അതായത് നമ്മൾ ആംബുലൻസ് പെയിന്റ് ചെയ്യുമ്പോ തന്നെ ഇത് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്ന സിംബലുകളാണ്, പാസീവ് ആണത്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ബാറ്റൻബർഗ് മാർക്കിംഗ്. ബാറ്റൻബർഗ് മാർക്കിംഗ് ആർ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. അത് പെട്ടെന്ന് വിസിബിൾ ആണ്, നമുക്ക് ദൂരേന്ന് ആംബുലൻസ് ആണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ പിക്ചറുകളൊക്കെ നമ്മൾ മാർക്കിംഗ് കൊടുത്തേക്കുന്നത്. പാസീവ് വിഷ്വൽ വാർണിംഗ് ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ. ആ വാഹനത്തിന്റെ ഒരു ഡിസൈൻ ആണ് അല്ലെ. വാഹനം പെയിന്റ് ചെയ്യുമ്പോൾ, ആംബുലൻസ് പെയിന്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ ഇങ്ങനെയുള്ള മാർക്കിങ്ങുകൾ അവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്. ഓൾട്ടർനേറ്റീവ് ചെക്ക് പോലെയുള്ള പാറ്റേൺ ആണ്. Older ambulance more probably to have their pattern painted on. എന്നാൽ പണ്ടുള്ള ആംബുലൻസിലൊക്കെയാണെങ്കിൽ അത് പെയിന്റ് ചെയ്ത് വെച്ചേക്കാം, പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ് ഓൾഡർ ആംബുലൻസിൽ. എന്നാൽ ഇപ്പോൾ ഉള്ള ആംബുലൻസിൽ, പുതിയ ആംബുലൻസുകൾ ഇതെങ്ങനെയാണ്? ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും, അങ്ങനെയുള്ളതാണ്. Carry retro reflective design which reflect the light from car headlight or torches. അതായത് നമ്മൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ കാറിന്റെ ഹെഡ്ലൈറ്റ്, അതിൽ നിന്ന് നമ്മൾ ആ ആംബുലൻസിലേക്ക് ലൈറ്റ് വരുമ്പോൾ ആംബുലൻസിന്റെ ഈ മാർക്കിങ്ങുകൾ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രിയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നമ്മളിപ്പോ കാറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഹെഡ്ലൈറ്റ് ചെന്ന് ആംബുലൻസിലേക്ക് അടിക്കുമ്പോ അത് തെളിഞ്ഞു കാണുന്നത് അല്ലെ. നേരത്തെ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, പെയിന്റ് ആയിരുന്നു. രാത്രി ആയാലും പകലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ്. ഇപ്പൊ നമ്മള് രാത്രി വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും റോഡിന്റെ സൈഡിലൊക്കെ ഈ മാർക്കുകളൊക്കെ എങ്ങനെയാ റിഫ്ലക്ട് ചെയ്ത് കാണിക്കൂലേ? ആ ലൈറ്റ്, നമ്മുടെ കാറിന്റെ ലൈറ്റ് അല്ലെങ്കിൽ വണ്ടിയുടെ ലൈറ്റ്, അതിനകത്ത് അല്ലെങ്കിൽ ടോർച്ചിന്റെ ആണെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോൾ അത് തെളിഞ്ഞു കാണും. എന്തിനാ? കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ലൈറ്റുകള്. രാത്രി ഒന്നും ആരും പുറത്തൊന്നും പോവാറില്ലേ? ഇല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ്. ആരും കാണാറാണ്. അതന്നെ ആരും ഒരു മറുപടി ഇവിടെ പറയാനുള്ള. കാണാറില്ല പിള്ളേരെ നിങ്ങള്? രാത്രി നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ആ റോഡിന്റെ സൈഡിലൊക്കെ സീബ്രയല്ല അല്ലാതെ ഈ രണ്ട് സൈഡിലൊക്കെ നമ്മൾ ഈ മാർക്കുകൾ ചെയ്തത് തെളിഞ്ഞു കാണുന്നത് റെഡ് ഉണ്ടാവും, യെല്ലോ കളറിലൊക്കെ, വൈറ്റിലും ഒക്കെ റോഡിൽ. എന്തിനാ അത് ചെയ്തേക്കണേ? നമുക്ക് രാത്രി പോകുമ്പോ നമുക്ക് അത് കറക്റ്റ് അറിയാൻ. ഇപ്പൊ എന്താ പാലമുണ്ട്, കളവിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, റിഫ്ലക്ടർ അല്ലെ. അപ്പൊ അത് എന്താ, നമുക്ക് കുറച്ചുകൂടി രാത്രിയാകുമ്പോ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാ. അതുപോലെ ഈ ആംബുലൻസിലും ഇപ്പൊ എങ്ങനെയാണാ പറഞ്ഞേക്കണേ? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? എന്താ, ഒരു ലൈറ്റ് അതിലേക്ക്, ആംബുലൻസിലേക്ക് ഒരു ലൈറ്റ് പതിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ആ മാർക്കിങ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ എന്തിനു വേണ്ടിയാ? നമുക്ക് ആംബുലൻസ് ആണ്, നമുക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാ. എല്ലാ ഡയറക്ഷനിൽ നിന്നും കാണാം. ശരിയാണ്, എല്ലാ വശത്തും ഉണ്ട്. ഇത് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്, സൈഡിലും ഒക്കെ ഇങ്ങനെയുള്ള മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉള്ളൂ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനന്തർ പാസീവ് മാർക്കിംഗ് ഫ്രം ഹിസ് വേർഡ് ആംബുലൻസ്. ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അടുത്തത് നമ്മൾ ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ആംബുലൻസിന് എങ്ങനെ എഴുതി വെച്ചേക്കണേ? എങ്ങനെ എഴുതിയേക്കണേ? തിരിച്ചല്ലേ എഴുതിയേക്കണേ അല്ലേ? അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴാ കറക്റ്റ് ആവുള്ളൂ. മറഞ്ഞ എഴുതിയേക്കണേ. ആംബുലൻസിന് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ എഴുതിയേക്കണേ. അത് അടുത്തൊരു പാസീവ് മാർക്കിംഗ് ആണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗ് ആണ്. ബാക്കി ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ആംബുലൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിങ്ങോട്ട് പോകണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതിങ്ങോട്ട് പോവുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ ഒന്നൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. ബാക്കി നമുക്ക് മൺഡേ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.